വെള്ളാപ്പള്ളി എന്ന ലക്ഷണമൊത്ത ഒരു വർഗീയവാദിക്ക് മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഹീറോ പരിവേഷമാണ് വി.ഡി. സതീശനും സുധീരനും ഇപ്പോൾ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് 100 സീറ്റ് കിട്ടിയാൽ താൻ എസ്.എൻ.ഡി.പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന് വ്യക്തമാക്കിയ വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷമായാണ് വി.ഡി. സതീശനെ വിമർശിച്ചിരുന്നത്. സതീശന്റെ തട്ടകമായ പറവൂരിലെ ഒരു ചടങ്ങിൽ വെച്ച് സതീശൻ ഈഴവ വിരോധിയാണെന്നും ചുക്കും ചുണ്ണാമ്പും അറിയാത്ത നേതാവാണെന്നും പരിഹസിച്ചതിന് പിന്നാലെയാണ് പുതിയ വെല്ലുവിളി. യു.ഡി.എഫിന് 98 സീറ്റ് പോലും കിട്ടില്ലെന്നും 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ സതീശൻ രാജിവെച്ച് വനവാസത്തിന് പോകുമോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. സതീശന് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിരിക്കുകയാണെന്നും മുഖ്യമന്ത്രിയാക്കുമെന്ന് കരുതിയാണ് ഈ അഹങ്കാരമെന്നും തുറന്നടിച്ച് വെള്ളാപ്പള്ളി. യഥാർത്ഥത്തിൽ സതീശന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വഴിയാണോ ഇപ്പോൾ തുറന്നിരിക്കുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഈഴവനായ സതീശൻ ഏതെങ്കിലും ഈഴവന് എന്തെങ്കിലും നൽകിയോ എന്ന് ചോദിച്ച വെള്ളാപ്പള്ളിക്ക് വലിയ വിമർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നടക്കം നേരിടേണ്ടി വന്നിരിക്കുന്നത്. എസ്.എൻ.ഡി.പി യോഗത്തിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറുന്ന ഈഴവരിൽ നിന്നും വൻതോതിൽ പണം പിരിക്കുന്നതും മൈക്രോ ഫിനാൻസ് തട്ടിപ്പും ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. വി.എസ്. അച്യുതാനന്ദൻ ഉൾപ്പെടെ വെള്ളാപ്പള്ളിക്കെതിരെ ഉയർത്തിയ കേസും വിമർശനങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തീ പിടിച്ചിരിക്കുകയാണ്. മുസ്ലിം വിരോധിയായി തന്നെ ഒതുക്കാൻ ശ്രമിച്ചാൽ ഒതുങ്ങുന്നവനല്ല താനെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശവും വിവാദമായി കഴിഞ്ഞു. വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കാത്ത പോലീസ് നടപടിയും ഇതിനകം തന്നെ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇടതുപക്ഷ അനുഭാവികളും പോലീസിന് എതിരാകുന്ന സാഹചര്യമാണുള്ളത്. വെള്ളാപ്പള്ളിയെ ഇങ്ങനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് ദോഷം ചെയ്യുമെന്നാണ് ഇടതുപക്ഷ അണികൾ പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശത്തിനെതിരെ മറ്റു നേതാക്കൾ മൗനം പാലിക്കുമ്പോൾ വി.ഡി. സതീശനും വി.ഡി. സുധീരനും ശക്തമായ രംഗത്ത് വന്നത് ഇരുവരുടെയും ജനസമ്മതി വർദ്ധിപ്പിക്കാനും കാരണമായി. യു.ഡി.എഫിനെ നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രഖ്യാപനം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒന്നാകെ ഞെട്ടിച്ചിട്ടുണ്ട്. ഒരു ജാതി മത ശക്തികൾക്ക് മുൻപിലും കീഴടങ്ങില്ലെന്ന് സതീശൻ പ്രഖ്യാപിച്ചത് പാണക്കാട് എത്തിയാണ് എന്നതും ശ്രദ്ധേയമാണ്. വെള്ളാപ്പള്ളിക്കെതിരായി സതീശന്റെ നിലപാടിൽ മുസ്ലിം ലീഗ് നേതൃത്വം ഹാപ്പിയാണ്. യു.ഡി.എഫ് എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായും കോൺഗ്രസും മുസ്ലിം ലീഗും ആയതിനാൽ യു.ഡി.എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലീഗിന്റെ പിന്തുണ വി.ഡി. സതീശനായിരിക്കുമെന്നതും ഇനി ഉറപ്പാണ്. കോൺഗ്രസ് ഗ്രൂപ്പ് പോരിൽ തട്ടി ഇനി അത്തരം സാധ്യത അഥവാ അടഞ്ഞാൽ സതീശനും ലീഗും പിന്തുണയ്ക്കാൻ പോകുന്നത് വി.എം. സുധീരനെയാക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. വെള്ളാപ്പള്ളിക്ക് ശക്തമായി മറുപടി നൽകിയ സതീശന്റെ നിലപാടിനെ ധീരമെന്നാണ് മുൻ കെ.പി.സി.സി അധ്യക്ഷൻ കൂടിയായ വി.എം. സുധീരൻ ചൂണ്ടിക്കാട്ടുന്നത്. കോൺഗ്രസിന്റെയും യു.ഡി.എഫിന്റെയും അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതാണ് സതീശന്റെ നിലപാടെന്നും സുധീരൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. യു.ഡി.എഫ് അണികളിലും ജനാധിപത്യ മതേതര വിശ്വാസികളായ ജനങ്ങളിലും സതീശനുള്ള ഉറച്ച വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പ്രകടമായതെന്ന് വ്യക്തമാക്കിയ സുധീരൻ, വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി പദം ദുരുപയോഗപ്പെടുത്തുകയാണെന്നും തുറന്നടിച്ചു. ശ്രീനാരായണ ഗുരുസ്വാമികളുടെ മഹത്തായ സന്ദേശങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ അരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ വിഷം വമിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും സുധീരൻ ആരോപിച്ചു. കേരളത്തെ വീണ്ടും വർഗീയ ഭ്രാന്താലയമാക്കാനാണ് വെള്ളാപ്പള്ളിയുടെ ഗൂഢശ്രമമെന്ന സുധീരന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. സംസ്ഥാന നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും വെള്ളാപ്പള്ളിയെ നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാക്കണമെന്നുള്ള സുധീരന്റെ നിലപാട് ഇടതുപക്ഷ അണികൾക്കിടയിലും സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈഴവർ ഇടതുപക്ഷത്തിന് പിന്നിൽ അണിചേർന്നത് വെള്ളാപ്പള്ളിമാരുടെ വാക്കുകൾ ധിക്കരിച്ചാണ് എന്നത് കമ്മ്യൂണിസ്റ്റ് നേതൃത്വം മറക്കരുത് എന്നാണ് പാർട്ടി അനുഭാവികളും പ്രവർത്തകരും ഓർമ്മപ്പെടുത്തുന്നത്. വി.എസ്. അച്യുതാനന്ദൻ സജീവമായ കാലത്തായിരുന്നു വെള്ളാപ്പള്ളി ഇത്തരമൊരു പ്രതികരണം നടത്തിയിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ ആദ്യം പറയുമായിരുന്നത് വി.എസ്. ആയിരുന്നു എന്നാണ് അവർ ഓർമ്മപ്പെടുത്തുന്നത്. വി.ഡി. സതീശന് ജനപ്രീതി വർദ്ധിപ്പിക്കാനും കയ്യടി നേടിക്കൊടുക്കാനും മാത്രമല്ല അതുവഴി യു.ഡി.എഫിന് അധികാരം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുമാണ് വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി ഇപ്പോൾ കാരണമായിരിക്കുന്നത്.